ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇവിടെ തെറ്റും ശരിയൊന്നുമല്ല വിഷയം ചെയ്യട്ടാ. എന്റെ മകൻ മിഥുന്റെ ജീവന് അപകടമാണെന്നുള്ളതാണ് കാര്യം. ജഗദീഷേ, എന്തായി? അകത്തെന്താ അവര് പറഞ്ഞേ? നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്താ എന്താ ഉണ്ടായെന്ന് പറ. നിന്റെ ബോസിന് മേഘനയ്ക്ക് നടക്കാനിരുന്ന നിശ്ചയം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ആണോ ശാലിനി? മിഥുന്റെ അച്ഛനമ്മയും ഇങ്ങോട്ട് വന്നത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിട്ടായിരുന്നു. സത്യമാണോ ശാലിനി? അയ്യോ സത്യാണ്. ഇപ്പൊ നിന്റെയും എന്റെയും വഴി ക്ലിയർ ആയിരിക്കുക. അവരായിട്ട് കേറി വന്ന ഈ കല്യാണം നടക്കില്ല, ഞങ്ങൾക്ക് മേഘനയെ വേണ്ടാന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചു. താങ്ക് യു ശാലിനി. എത്ര വലിയ കാര്യം അത്. ആ മിഥുനും മേഘനയുടെ ജീവിതത്തിൽ നിന്ന് സൈഡായെങ്കിൽ ഇനി എനിക്ക് യാതൊരു തടസ്സം ഉണ്ടാവില്ല. അതെ, മേഘന എന്റെയാ ശാലിനി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവരിപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ ചെന്ന് നോക്കട്ടെ. തൽക്കാലം നെയ്യും പൊക്കോ. ഇനി ഇതിന്റെ പേരിൽ തർക്കം വേണ്ട. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഇതോടെ അവസാനിപ്പിച്ചോളൂ. അയ്യോ അരുതേ, ഒന്നൂടെ ഒന്ന് ആലോചിക്കുന്നേ. എന്തെങ്കിലും ഒരു പോംവഴി കിട്ടാതിരിക്കോ? എല്ലാം ഉറപ്പിച്ചിട്ട് ഇപ്പൊ വന്ന് ഇങ്ങനെ ഒരു തീരുമാനം അറിയിച്ചാ മേഘനയുടെ ജീവിതം എങ്ങനെയായി തീരും? മേഘനെ, എന്താ മോളെ ഈ കേക്കുന്നേ? നിന്റെ തലയിലെഴുത്ത് എന്താ എങ്ങനെയായി പോയേ? ആരോട് എന്ത് പാപം ചെയ്തിട്ടാ നിനക്ക് മാത്രം എല്ലാം എങ്ങനെ ആവുന്നേ? ചേച്ചി എന്ത് ചെയ്തിട്ടാ ചെറിയമ്മ? നീ മിണ്ടി പോകരുത്. മുതിർന്നവര് സംസാരിക്കുമ്പോ ഇടയ്ക്കായിരുന്നോ? അവരായിട്ട് കേറി വന്ന് മേഘനെ പെണ്ണ് ചോദിച്ചത് കൊണ്ടാ നമ്മൾ ഇതിന് സമ്മതിച്ചേ. ഇപ്പൊ പെട്ടെന്ന് വേണ്ടാന്ന് വെച്ചാ ഇനിയിപ്പൊ എന്താ ചെയ്യാ? മാപ്പാക്കണം. മേഘന ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഇത്ര വലിയ കാര്യമെന്ന് അറിയാതല്ലേ അവൾ ഒളിപ്പിച്ചത്. വലിയ മനസ്സ് കാണിച്ച് അവളോട് ക്ഷമിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? ആലോചിക്കാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. ഇനി ഈ വീടും ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല. അയ്യോ, ഞങ്ങളുടെ കാര്യമൊക്കെ വിട്ടേക്കുന്നേ. ഞങ്ങളിപ്പോ ആ ഒരു മിഡിൽ ക്ലാസ് കുടുംബമല്ലേ. ഇവിടെ നിങ്ങളുടെ കാര്യം കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഞങ്ങളുടെ കാര്യം ഇനി എന്ത് ചിന്തിക്കാൻ? അയ്യോ അതെന്താ? നിങ്ങൾ നിശ്ചയമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത് ഞങ്ങളുടെ പരിചയക്കാരോട് എല്ലാവരോടും പറഞ്ഞു. കൂട്ടരും കൂട്ടക്കാരും എല്ലാം ഈ നിശ്ചയത്തിനായി പുറപ്പെട്ട് വന്നോണ്ടിരിക്കുക. അതിനിപ്പോ ഞാനെന്ത് വേണം? നിങ്ങൾക്ക് നാണക്കേടുണ്ടാവുമെങ്കിൽ അത് നോക്ക്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ എന്റെ രാമ, നിങ്ങളുടെ മാനക്കേടിന് മുന്നിൽ ഞങ്ങൾക്ക് ഇതൊന്നുമല്ല. കടലിൽ വീണ ഒരു തുള്ളി വെള്ളം പോലെ. ഞങ്ങളുടെ കൂട്ടർക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോ കുറച്ചു കാലം ഇതിനെപ്പറ്റി പറയുമായിരിക്കും. ഞാനിപ്പോ ഞങ്ങളുടെ കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും അന്തസ്സും ഒക്കെ നിലനിർത്താൻ വേണ്ടി ജീവൻ വരെ കളയുന്നവരാ ഈ മാംഗ്ലൂർ സിറ്റിയിലെ നന്ദൻ ഫാമിലീസ്. ആ വീട്ടിൽ നടക്കാനിരുന്ന ഒരു ശുഭകാര്യം ഇടയ്ക്ക് വെച്ച് നിന്നൂന്ന് ആൾക്കാരറിഞ്ഞാ പിന്നെ അത് എത്ര വലിയ വാർത്തയായിരിക്കും. TV മീഡിയ എല്ലാം നിങ്ങൾ ചട്ടിയിലിട്ട് വറുത്തെടുക്കൂലേ? നിങ്ങളുടെ അത്രയില്ലെങ്കിലും ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അന്തസ്സും അഭിമാനവും ഒക്കെ ഇല്ലെന്നേ. ഇതൊക്കെ നിങ്ങളിപ്പോ എന്തിനാ എന്നോട് പറയുന്നത്? ഇപ്പോ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയിന്ന് ആൾക്കാരറിഞ്ഞാ നാളെ ചിലപ്പോ എന്റെ സ്വന്തം മോളെ കല്യാണം കഴിക്കാനും ആരും വരാതിരുന്നാലോ? മാത്രല്ല, മേഘനയുടെ കല്യാണം ക്യാൻസലായിന്ന് കൂട്ടക്കാരൊക്കെ അറിഞ്ഞാ അവരോടൊക്കെ ഞാൻ എന്തുത്തരം പറയും? നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി നിങ്ങളുടെ മോനെ കൊണ്ട് ഞങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ അതങ്ങ് ക്യാൻസലാക്കിന്ന് പറഞ്ഞാ നിങ്ങക്ക് തന്നെയാ നാണക്കേട്. ഇത് മുടങ്ങുന്നതിന്റെ നാണക്കേടൊക്കെ കുറച്ചു കഴിയുമ്പോ മാറിക്കോളും. പക്ഷെ ഈ കല്യാണം നടത്തി എന്റെ മകന്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മകള് വന്നാ അവന്റെ ജീവൻ തന്നെ പോയിന്നിരിക്കും.
അന്ന് എന്റെ മകന്റെ നേരെ നടന്ന അറ്റാക്കിൽ നിന്ന് എനിക്കത് വ്യക്തമായി. അതും ശരിയാ. എന്ത് ചെയ്യാനാ, മേഘനയുടെ ജാതകദോഷമായിരിക്കും. ഇനി എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ കാരണം നന്ദൻ ഫാമിലീസിന് ഒരു പേരുദോഷം ഉണ്ടാവരുത്. ഈ മംഗലാപുരം സിറ്റിയില് നിങ്ങളെ ആർക്കാ അറിയാത്തെ? ഞങ്ങള് കാരണം ആ പേരിനൊരു കളങ്കം ഉണ്ടാവരുത്. അതുകൊണ്ട് രണ്ടു കുടുംബങ്ങൾക്കും പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ തലയുയർത്തി നടക്കണമെങ്കിൽ നിശ്ചയിച്ചുറപ്പിച്ച എൻഗേജ്മെന്റ് നടന്നേ തീരൂ. എന്നാലത് മേഘനയുടെ ഒപ്പം ആവരുത്. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ എന്റെ മോള് ശാലിനിയെ നിങ്ങളുടെ മോന് വേണ്ടി ആലോചിക്കാം. ശാലിനിയുടെയും മിഥുന്റെ കല്യാണം നടത്താം. കുറിച്ച മുഹൂർത്തം മാറ്റണ്ട. മേഘനയ്ക്ക് പകരം ശാലിനിയെ നിർത്തി നമുക്ക് എൻഗേജ്മെന്റ് നടത്താന്നേ. ആലോചിക്കാനൊന്നുമില്ല. തെറ്റ് നടന്നെടുത്തു തന്നെ അത് തിരുത്തിയെടുത്ത് പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണമല്ലോ. അരുന്ധതി, നിങ്ങൾ മിണ്ടാതിരിക്കെ. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യ. തീയാണെന്ന് അറിഞ്ഞോണ്ട് ആരും അതേ പോയി തൊട്ട് കൈപൊള്ളിക്കാറില്ലല്ലോ. പാവം മേഘനയുടെ ജാതകം ഈ പറഞ്ഞ തീ പോലെയാ. പക്ഷേ എന്റെ മോളുടെ ജാതകം മാത്രമല്ല, രൂപവും സ്വഭാവവും എല്ലാം പത്തര മാറ്റാ. പഠിച്ച കുട്ടിയാ, വിവേകമുള്ളവളാ. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ വീട്ടിലെ മരുമകളാകാൻ യോഗ്യതയുള്ളവളാ. നിങ്ങളുടെ വീടിന്റെ അന്തസ് അവള് കാത്തോളൂന്നേ. നിങ്ങളുടെ ആധിപത്യം ഒന്ന് അവസാനിപ്പിക്കേ. മേഘന ദോഷജാതകമുള്ളവളല്ല. അവൾ അതീവ ഭാഗ്യവതിയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ മേഘനയുടെയും എന്റെയും എൻഗേജ്മെന്റ് നടന്നിരിക്കും. മിഥുൻ, അതെ മോം. മേഘന സത്യം പറയാതിരുന്നതുകൊണ്ടല്ലേ ഇപ്പൊ അവളോടുള്ള വിശ്വാസം മോമിന് നഷ്ടമായത്. അതല്ലേ മോമിന് വിഷമായതും. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് മോമിനോട് പറയരുതെന്ന് ഞാനാണ് മേഘനയെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചത്. നിങ്ങൾ ഡേറ്റിങ്ങിന് പോയപ്പോ അവിടെ എന്തോ സംഭവിച്ചു. മേഘനെ, നീ പറയ്, എന്താ അവിടെ സംഭവിച്ചത്? കുറച്ചു മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് ആരോടും പറയരുത്. മമ്മി ഡാഡി ഇതറിഞ്ഞ ഒത്തിരി ടെൻഷൻ അടിക്കും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല അമ്മേ. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ അപ്പം മേഘന മോമിനോട് സത്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് മേഘന എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മോനെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ മോമും എൻ്റെ ഡാഡിയും ഞാനും നമ്മുടെ കുടുംബത്തിലെല്ലാവരും സത്യത്തിൽ മേഘനയോടാണ് കടപ്പെട്ടിരിക്കുന്നത്.
ഇന്ന് മോമിന്റെ മോൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മേഘനയാണ് മോം. ആ മേഘനയാണ് മോം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ജീവൻ തന്ന ദേവതയെ നമ്മൾ കണ്ടില്ല എന്ന് ഭാവിച്ച് ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? നുണ പറഞ്ഞു ഒന്ന് തെറ്റിദ്ധരിച്ച് മേഘന ഇവിടെ ഉപേക്ഷിച്ച് പോണോ? അതോ മോമിന്റെ മോന്റെ ഈ ജീവനെന്ന് തിരിച്ചു തന്നതിന് അവളോട് നന്ദി പറഞ്ഞിട്ട് പോകണോ? എന്നോട് വിശ്വാസ്യത കാണിച്ചതിന് മേഘനയെ മോമിനെ ശിക്ഷിക്കണോ അതോ ഈ എൻഗേജ്മെന്റ് നടത്തണോ? തീരുമാനിക്കേ. മോളെ മേഘനെ, ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ എടുത്ത എന്റെ തീരുമാനം നിന്റെ മുമ്പിൽ എന്നെ വല്ലാതെ ചെറുതാക്കി കളഞ്ഞു. എന്നോട് ക്ഷമിക്കും മോളെ. എന്റെ മോനോടുള്ള എന്റെ സ്നേഹം ആർക്കും മനസ്സിലാവില്ല. അവന്റെ കാര്യത്തിൽ നീയും എന്നോട് എന്തോ ഒളിപ്പിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. നിന്റെ മനസ്സിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഈ അമ്മയ്ക്ക് കഴിയാതെ വന്നു മോളെ. ആന്റി, അങ്ങനെയൊന്നും പറയരുത് ആന്റി. അങ്ങനെയല്ല മേഘനെ, ഇവിടെ ഞാനാണ് തെറ്റുകാരി. എന്റെ ഈ തെറ്റ് തിരുത്താൻ ഇപ്പോ ഒരു മാർഗമേ ഉള്ളൂ. നിന്നെ ഞാൻ എന്റെ മരുമകളായി സ്വീകരിക്കണം. ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ എൻഗേജ്മെന്റ് ഞാൻ നടത്തിയിരിക്കും മോളെ. ഇവിടെ നടന്നതൊന്നും മനസ്സിൽ വെക്കരുത്. ആവേശത്തിൽ ഞാൻ കാണിച്ച വിഡ്ഢിത്തം മറന്ന് എന്റെ മോൻ മിഥുനോടുള്ള എന്റെ സ്നേഹം നീ മനസ്സിലാക്കണം. ഇവിടുന്ന് എല്ലാവരും വിളിച്ചോണ്ട് മോള് സന്തോഷായിട്ട് വീട്ടിലോട്ട് വരണം. താങ്ക്സ് ആന്റി. മിഥുൻ, ഈ കാര്യം അറിഞ്ഞ ഉടനെ നിന്റെ അമ്മ നിന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പം നീ ഫോൺ എടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളാരും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നല്ലോ. സോറി ഡാഡ്, ഞാൻ അന്നേരം ഒരു അർജന്റ് മീറ്റിംഗിലായിരുന്നു. അതാ ഞാൻ ഫോൺ എടുക്കാഞ്ഞത്. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോഴാ മോമും ഡാഡി ഇങ്ങോട്ട് പോന്നിരിക്കാന്നറിഞ്ഞത്. കഴിഞ്ഞതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ടെന്താ? നടക്കാനുള്ളത് എന്താന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും വാ. എന്നാ പിന്നെ എല്ലാരും കഴിവതും പെട്ടെന്ന് എത്തിയേക്ക്. ആയിക്കോട്ടെ. നമുക്ക് പോവാം. മോളെ മേഘനെ, ഇതൊക്കെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളാ. ഇപ്പം നിന്നെ അവർക്ക് നല്ലോണം മനസ്സിലായി. അവസാനം എല്ലാം നല്ല രീതിയിലായില്ലേ? എല്ലാവരും ചെന്ന് റെഡിയായിട്ട് വാ. ചേച്ചി വന്നേ ചേച്ചി. ബേബി, നീ ഇത് എന്തേ കാണിക്കുന്നേ?
ബേബി എന്താ ഇത്? മമ്മി ഇനി എന്നോട് മിണ്ടരുത്. എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? ശാലു മോളെ, നീ ഒന്ന് ക്ഷമിക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാം നല്ലതേ നടക്കൂ. ഇനി ഞാൻ എന്തിനു കേൾക്കണം? അതിന് മമ്മി എന്ത് ചെയ്തെന്നാ? പറ മമ്മി, പറയ്. ഓ എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ വിവരമില്ലാതെ പെരുമാറല്ലേ. നിന്റെ ഈ പ്രവൃത്തികൾ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. മമ്മി വാക്ക് പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ എൻഗേജ്മെന്റ് നടക്കേണ്ടതായിരുന്നു. ആ മിഥുൻ എന്റെ വിരലിൽ മോതിരിട്ടേനെ. എന്നിട്ട് വല്ലതും നടന്നോ? മമ്മി പറഞ്ഞ വല്ലതും നടന്നോന്ന്? നടന്നില്ല, ഇതുവരെ ഒന്നും നടന്നില്ല. എന്നാലും ഞാൻ എന്നാലാവുന്നതൊക്കെ നോക്കിയില്ലേടി. അവരവളെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ അവരുടെ തലയിൽ കെട്ടിവെച്ച് മിഥുനും നീയുമായിട്ടുള്ള നിശ്ചയം നടത്താൻ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചതല്ലേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആവുന്ന ആര് കണ്ടു? എനിക്ക് ഭാഗ്യമില്ലാതായിടത്ത് അവൾക്ക് എങ്ങനെ അത്രയും ഭാഗ്യം ഒരുമിച്ച് കിട്ടി? ഇനി അണിഞ്ഞൊരുങ്ങി ഞാൻ ആ ഗ്രാമത്തിലെ പീറയുടെ നിശ്ചയത്തിന് അവിടെ വന്ന് നോക്കി നിൽക്കണോ? അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? ഒടുവിൽ അവളുടെ ജാതക ദോഷമാണെന്നും പറഞ്ഞ് അവരെ കൊണ്ട് വെറുപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നില്ലേ ആ മിഥുൻ ഇടയ്ക്ക് കേറി വന്ന് സെന്റി ഡയലോഗ് ഓടിച്ച് അവന്റെ അമ്മയെ പാട്ടിലാക്കിയത്. അവന്റെ കരച്ചിൽ കേട്ടപ്പോ ഇവര് മഞ്ഞു പോലെ ഉരുകുകയും ചെയ്തു. മിണ്ടരുത്, ഇനി എന്നോട് ഒരക്ഷരം പറയരുത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മിഥുന നിശ്ചയം ഇന്ന് നടന്നിരിക്കണം. ആ ശരി മോളെ, ഞാനൊന്ന് നോക്കട്ടെ. ഞാനുള്ളപ്പോ നീ വിഷമിക്കണോ? നീ പോവരുത്. മമ്മിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇനിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി ഞാൻ ഇറങ്ങിയാലേ കാര്യങ്ങളൊക്കെ നടക്കും. ബേബി, നീ അവസാനമായിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കും മോളെ. വിശ്വസിക്കില്ല. ഇനി മമ്മിയെ ഞാൻ വിശ്വസിക്കില്ല. എനിക്കിനി എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. മേഘനയുടെ എൻഗേജ്മെന്റ് കൊളമാക്കി ആ വീട്ടിലേക്ക് മിഥുന്റെ ഭാര്യയെ ഞാൻ കേറി ചെന്നിരിക്കും. നോ ബേബി, ഞാൻ ബേബി നീ ഇപ്പൊ ആരെയും ഫോണിൽ വിളിക്കുന്നേ? ബേബി. ഹലോ അൻവറിക്ക, ഞാനാ ശാലിനി. എനിക്ക് എത്രയും പെട്ടെന്ന് 1 കിലോ മൈലാഞ്ചി കൊണ്ടുതരണം. മൈലാഞ്ചി എന്ന് വെച്ചാ പ്യൂർ മൈലാഞ്ചി ഒന്നല്ല. ആ മൈലാഞ്ചി ഇടുന്നവരുടെ കൈയെല്ലാം ചൊറിച്ചില് വന്ന് പൊള്ളിപ്പൊളിയണം. എന്ത് കെമിക്കൽ വേണമെങ്കിലും നിങ്ങൾ അതിൽ ചേർത്തോ. ബേബി എന്താ ഇത്? കാര്യം പിടികിട്ടിയല്ലോ. 10 മിനിറ്റിനുള്ളിൽ മൈലാഞ്ചി എന്റെ വീട്ടിലെത്തിയിരിക്കണം, കേട്ടല്ലോ? ബേബി നീ ഇതെന്താ ചെയ്യാൻ പോകുന്നേ? മൈലാഞ്ചി വെച്ച് നീ എന്ത് കളിയാ കളിക്കുന്നേ? അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. ആ നിശ്ചയം കോളമാക്കാൻ വേണ്ടി ശാലിനി ഏതറ്റം വരെയും പോവും. നോ ബേബി, ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാ അവര് നമ്മളെ കൈയോടെ പിടികൂടും. ഇത് വലിയ റിസ്ക് ആണ് മോളെ. വേണ്ട ശാലി. എന്റെ പേര് അരുന്ധതി അല്ലെന്ന് ഓർത്തോളണം. ശാലിനി പിടിക്കപ്പെടില്ല. അതിനുള്ള ബുദ്ധിയൊക്കെ ഈ ശാലിനിക്കുണ്ട്. മമ്മി മിണ്ടാതെ നിന്ന മാത്രം മതി. ശാലിനി മാഡം, ശാലിനി മാഡം. ആ ദാ വരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട് മാഡം. മാഡം പറഞ്ഞ പോലെ ഈ മൈലാഞ്ചിയിൽ ചൊറിയണത്തിന്റെ ഇല ചേർത്തിട്ടുണ്ട്. ഇതിട്ട കൈ മൊത്തം. എങ്കിൽ നീ പോ. ശരി. ബേബി നീ എന്താ മോളെ ചെയ്യുന്നേ? മമ്മി കുറച്ചു നേരം ഒന്ന് അടങ്ങി നിക്ക്. മേഘനെ, ശാലിനി. മേഘനെ, 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 മേഘനെ. എന്താ ശാലിനി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് നടക്കുവല്ലേ. നീ മൈലാഞ്ചി പോലും ഇട്ടിട്ടില്ലല്ലോ. ഇത് നിനക്ക് വേണ്ടി സ്പെഷ്യലായി വരുത്തിച്ചതാ. നോക്കി. ശാലിനി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും മേഘനെ. സത്യമായിട്ടും ഈ മൈലാഞ്ചി നീ പൂർണ്ണ മനസ്സോടെ തരുന്നതാണോ? അതെന്താ മേഘനെ, നീ എന്നോട് അങ്ങനെ ചോദിക്കാമോ? അതല്ല, നിനക്ക് മേഘന മോളെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ശാലിനി വായി തോന്നിയതൊക്കെ പറയുമെങ്കിലും മനസ്സ് വെണ്ണ പോലെയാ. ശാലിനിക്ക് മിഥുനെ കണ്ടതും മോഹം തോന്നിയെന്നുള്ളത് ശരിയാ. അതിപ്പോ അവളുടെ പ്രായം അങ്ങനെയാണല്ലോ. അതല്ലാണ്ട് നിനക്ക് കിട്ടിയ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കണോന്നൊക്കെ അവള് വിചാരിക്കുവോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. സത്യമായിട്ടും നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. എന്നോട് യാതൊരു നെഗറ്റീവ് ഫീലിംഗും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നീ മൈലാഞ്ചി ഇടണം. അല്ലെങ്കിൽ എനിക്ക് സങ്കടം കേട്ടോ. അയ്യോ, നീ എന്താ ശാലിനി ഇങ്ങനെ? ചേച്ചി ഒരു വാക്ക് ചോദിച്ചതിന് ഇത്രയും വിഷമിക്കണോ? ചേച്ചി നീ തന്ന മൈലാഞ്ചി തന്നെ ഇട്ടോളൂ. എന്നിട്ട് മേഘന ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ചാരു. എന്റെ അനിയത്തി ശാലിനി എന്റെ എൻഗേജ്മെന്റിന് എനിക്ക് മൈലാഞ്ചി വാങ്ങിച്ചു തരുമ്പോ
ഞാനിത് വേണ്ടതും പറയും തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ അത് കയ്യിലിട്ടോളാം. താങ്ക് യു മേഘനെ, താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ആദ്യം നീ ഈ മൈലാഞ്ചി ഇട്. ഈ മൈലാഞ്ചി നിന്റെ കയ്യിൽ എത്രത്തോളം ചുമന്നു എനിക്ക് കാണണം. എടുത്തു. നിനക്കറിയോ മേഘനെ, ഈ മൈലാഞ്ചി എത്രത്തോളം ചുമക്കുന്നോ അത്രത്തോളം നിന്നെ കല്യാണം കഴിക്കുന്നവൻ നിന്നെ സ്നേഹിക്കുമെന്നാ. ചേച്ചി ചേച്ചി ആഗ്രഹിച്ച ആളെ എന്നെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോവാ. ഇന്ന് നടക്കുന്ന എൻഗേജ്മെന്റോട് കൂടി പകുതി കല്യാണം കഴിഞ്ഞതുപോലെയാ. ഇത്രയും നല്ലൊരു കാര്യം നടക്കുമ്പോ ചേച്ചിയുടെ കൈ മൈലാഞ്ചി കൊണ്ട് ചുമക്കണ്ടേ? അതുകൊണ്ട് ഈ തുടക്കം ശുഭകരമാകാനും ചെറിയമ്മയുടെ ആഗ്രഹം പോലെയൊക്കെ നടക്കാനും ശാലിനിയുടെ ലക്ഷ്യം പൂർത്തിയാകാനും ഈ മൈലാഞ്ചി ഞാൻ പൂജാമുറി കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്ന് തരാട്ടോ. എന്നിട്ടിത് ചേച്ചി കയ്യിലിട്ടോ. എന്നാ പിന്നെ അങ്ങനെ ചാരു, പൂജാമുറി കൊണ്ടുവച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കണേ. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ മേഘനയുടെ കയ്യിൽ മൈലാഞ്ചി ചോക്കുന്നത് എനിക്ക് കാണണം. ശരി ചേച്ചി. മമ്മി എങ്ങനെയുണ്ട്? ഇന്ന് അവൾ ഇവിടെ കിടന്ന് പെടഞ്ഞു മരിക്കും. ഇങ്ങനൊന്നും ചിന്തിക്കാൻ എനിക്കറിയില്ല ബേബി. ഇപ്പൊ ആ ചാരുമതി പൂജാമുറി കൊണ്ടുവച്ച് ആഞ്ഞു പ്രാർത്ഥിച്ച് മൈലാഞ്ചി കൊണ്ട് ചേച്ചിക്ക് കൊടുക്കും. ചിലപ്പോ ചാരുമതി തന്നെ മേഘനയുടെ കയ്യിൽ അങ്ങനെ മൈലാഞ്ചിയിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ മേഘനയുടെ കൈയാകെ ആദ്യം ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങും. അതിനുശേഷം പയ്യെ പയ്യെ കൈ പൊള്ളി നീറ്റല് കാരണം ഇരിക്കാൻ പറ്റാണ്ടാവും. ചാരു, ഈ മൈലാഞ്ചി എന്താ ചൊറിയുന്നത് പോലെ? ആ, ചൊറിയുന്നോ? മൈലാഞ്ചി ചൊറിയില്ലല്ലോ. ഇതിപ്പോ നീരാനും തുടങ്ങിയിട്ടുണ്ടല്ലോ. ചേച്ചി, അയ്യോ ചേച്ചി, പൊള്ളുന്നല്ലോ. ചാരു, അയ്യോ ചേച്ചി, ചാരു, ചേച്ചി ചേച്ചി പെട്ടെന്ന് ചെന്ന് ഇതൊന്ന് കഴുകിക്കളാം. വാ, പെട്ടെന്ന് വാ ചേച്ചി, പെട്ടെന്ന് കഴുകിക്കളാം. ചെറിയമ്മേ, ചെറിയമ്മേ, ചെറിയച്ചാ. എന്തു പറ്റി ചാരു? എന്താ നിനക്കൊരു ടെൻഷൻ? എന്തു പറ്റി ചാരു? ചേച്ചിയുടെ കയ്യിലൊക്കെ പൊള്ളി കുമിള വന്നു. കുമിള എങ്ങനെ വരാനാ മോളെ? ചേച്ചിയുടെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തതാ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ചൊറിയാൻ തുടങ്ങി. ഇപ്പതേ പൊള്ളി വീർത്തു വരുന്നു. ചേച്ചി, ചേച്ചി, ദേ നോക്കിയ ചെറിയമ്മ.